നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മക്കളുടെ എല്ലാം +2 റിസൾട്ട് എല്ലാം വന്ന് എല്ലാവരും ഏതൊക്കെ ഫീൽഡിലേക്ക് പോകണം എന്നെല്ലാം ഏകദേശം എല്ലാവരും തയ്യാറെടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ചിലർക്ക് BSc നഴ്സിംഗിന് താല്പര്യമുണ്ടാവും, അതല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനിൽ അലൈഡ് കോഴ്സസുകൾ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 2025-26 അധ്യയന വർഷത്തേക്കുള്ള പ്രൊഫഷണൽ ഡിഗ്രി ഇൻ BSc നഴ്സിംഗ് ആൻഡ് അലൈഡ് മെഡിക്കൽ പ്രൊഫഷനിലേക്കുള്ള കോഴ്സിനുള്ള ആപ്ലിക്കേഷൻ കേരള സർക്കാരിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം അതിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള BSc നഴ്സിംഗ് ആൻഡ് അലൈഡ് മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷന്റെ ഓൺലൈനായിട്ട് LBS സെന്റർ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിന്റെ വെബ്സൈറ്റ് lbscenter.kerala.gov.in എന്നുള്ളതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 7th ആണ്. അപ്പോൾ എങ്ങനെ ഇതിന് അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെയാണ് ഇതിന്റെ എലിജിബിലിറ്റി ഉള്ളത്, ഇതിന്റെ കട്ട് ഓഫ് ഏജ് എങ്ങനെയാണ്, ഏതൊക്കെ കോഴ്സുകളിലേക്കാണ്, ഏതൊക്കെ കോളേജുകളിലേക്കാണ് ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നതെന്നെല്ലാം നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഇത് ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് ഇവർ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. 15 കോഴ്സുകളിലേക്കാണ് ഇപ്പൊ ഒരു ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടാതെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഇനി ഇതിൽ കൂടുതൽ കോഴ്സുകൾ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ സാധ്യതയുണ്ട്. ഇപ്പൊ നിലവിൽ ഈ 15 കോഴ്സുകളാണ് ഉള്ളത്. അത് ഏതൊക്കെ കോഴ്സുകളാണെന്ന് നമുക്ക് നോക്കാം. ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ്, അതായത് BSc നഴ്സിംഗ്. ബാച്ചിലർ ഓഫ് സയൻസ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അതായത് BSc MLT. ബാച്ചിലർ ഓഫ് സയൻസ് പെർഫ്യൂഷൻ ടെക്നോളജി, അതായത് BSc പെർഫ്യൂഷൻ ടെക്നോളജി. ബാച്ചിലർ ഓഫ് സയൻസ് ഒപ്റ്റോമെട്രി, BSc ഒപ്റ്റോമെട്രി. ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി. ബാച്ചിലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി, ബാച്ചിലർ ഓഫ് ഡയാലിസിസ് ടെക്നോളജി. ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി, ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. ബാച്ചിലർ ഓഫ് റേഡിയോതെറാപ്പി ടെക്നോളജി, ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി, ബാച്ചിലർ ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ, ബാച്ചിലർ ഓഫ് സയൻസ്, അതായത് മെഡിക്കൽ ബയോകെമിസ്ട്രി, ബാച്ചിലർ ഓഫ് പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്. ഇങ്ങനെ 15 കോഴ്സുകളാണ് ഇവര് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ കോളേജസിലെയും സീറ്റ്സ് 2 വിധമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് ഗവൺമെന്റ് സീറ്റ്സും ഉണ്ട്, മാനേജ്മെന്റ് സീറ്റും ഉണ്ട്. എല്ലാ ഗവൺമെന്റ് കോളേജസിലെ സീറ്റുകളും ഗവൺമെന്റ് കൺട്രോൾഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ സീറ്റുകളും എല്ലാം ജനറൽ സീറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അതായത് സ്റ്റേറ്റ് മെറിറ്റ്. പിന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ 50% സീറ്റും ഗവൺമെന്റ് സീറ്റ്സ് ആണ്. ഇതല്ലാത്ത ബാക്കി സീറ്റുകളെയാണ് മാനേജ്മെന്റ് സീറ്റുകൾ എന്ന് പറയുന്നത്. ഗവൺമെന്റ് സീറ്റിലേക്കുള്ള എല്ലാ അലോട്ട്മെന്റും നടത്തുന്നത് LBS സെന്ററിന്റെ ഡയറക്ടറാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ പ്രിപ്പയർ ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് തരുന്നത്. ഇനി ഈ ഓരോ കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണെന്നും അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം കമ്പൽസറി ആയിട്ട് ഇന്റേൺഷിപ്പോ അതല്ലെങ്കിൽ നഴ്സിംഗ് സർവീസോ ചെയ്യേണ്ടതുണ്ട്. അത് എത്രയാണെന്നും ഇവിടെ ഒരു ടാബ്ലർ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. അതായത് BSc നഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് 4 ഇയർ കോഴ്സാണ്. BSc MLT 4 ഇയർ ആണ്. BSc പെർഫ്യൂഷൻ ടെക്നോളജി 3 ഇയർ കോഴ്സാണ്. BSc ഒപ്റ്റോമെട്രി 3 ഇയർ ആണ്. BPT 4 ഇയർ ആണ്. BA SLP 3 ഇയർ ആണ്. BCVT 3 ഇയർ ആണ്. ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി 3 ഇയർ കോഴ്സാണ്. ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി 3 ഇയേഴ്സ് ആണ്. BSc ഡയാലിസിസ് ടെക്നോളജി 3 ഇയർ ആണ്. ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി 4 ഇയർ ആണ്. BSc ന്യൂറോ ടെക്നോളജി 3 ഇയർ ആണ്. ഇതെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വർഷമാണ് നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതെന്നും കൂടി ഈ നമ്മുടെ ഈ ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഏതൊക്കെ കോഴ്സുകളാണെന്നും അതിന്റെ ഡ്യൂറേഷൻ എത്രയാണെന്നും എങ്ങനെയാണ് ഇതിന്റെ അലോട്ട്മെന്റ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നേറ്റിവിറ്റിയാണ് പറയുന്നത്. നേറ്റിവിറ്റി പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അതായത് PIO കാർഡ് ഹോൾഡ് ചെയ്യുന്നവർക്കും ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ PIO കാർഡ് ഹോൾഡേഴ്സിനും OCI കാൻഡിഡേറ്റ്സിനും യാതൊരുവിധ റിസർവേഷനും ലഭിക്കുന്നതല്ല. ഈ അഡ്മിഷന് പോകുന്ന കാൻഡിഡേറ്റ്സിനെ 3 കാറ്റഗറി ആയിട്ടാണ് അവർ തിരിക്കുന്നത്. ഒന്നാമത്തെ കാറ്റഗറി കേരളൈറ്റ് സ്റ്റുഡൻസ്, രണ്ടാമത്തെ കാറ്റഗറി നോൺ കേരളൈറ്റ് 1 കാറ്റഗറി സ്റ്റുഡൻസും, മൂന്നാമത്തെ കാറ്റഗറി നോൺ കേരളൈറ്റ് 2 കാറ്റഗറി സ്റ്റുഡൻസും ആയിട്ടാണ് ഇവരെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് കേരളൈറ്റ് സ്റ്റുഡൻസ് ആരാണെന്ന് നോക്കാം.
കാരണം ഈ കേരള സ്റ്റുഡൻസിനാണ് നമ്മുടെ കേരളത്തിലുള്ള റിസർവേഷൻ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുക. അതായത് നമ്മുടെ ഫീ കൺസെഷൻ, അതോടൊപ്പം തന്നെ വല്ല ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ കൺസെഷൻ, പിന്നെ സ്പെഷ്യൽ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കൺസെഷൻ, അതായത് സ്പോർട്സ് കോട്ട, NCC കോട്ട, അങ്ങനെയുള്ള ഏതൊരുവിധ കൺസെഷൻ ലഭിക്കണമെങ്കിലും അതൊരു കേരള സ്റ്റുഡന്റ് ആയിരിക്കണം. അപ്പോൾ അത് ആരൊക്കെയാണ് ഈ കേരള സ്റ്റുഡൻസിൽ പെടുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് കേരളൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതുകൂടാതെ തന്നെ ഓൾ ഇന്ത്യ സർവീസിൽ കേരള കാഡറിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മക്കളെയും കേരളൈറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നതല്ല. അടുത്തത് നോൺ കേരളൈറ്റ് 1 കാറ്റഗറി സ്റ്റുഡൻസ് ആണ്. അത് ഒരു 4 ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനെയാണ് ഇവർ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ ഡിഫൻസ് സർവീസിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെയോ മക്കള് നമ്മുടെ കേരളത്തില് ക്വാളിഫയിങ് എക്സാമിനേഷൻ, അതായത് +2 പഠിച്ചിട്ട് പാസ്സായിട്ടുണ്ടെങ്കിൽ അവരെ നോൺ കേരളൈറ്റ് 1 കാറ്റഗറിയിൽ പെടുത്തും. രണ്ടാമത്തെ കാറ്റഗറി പറയുന്നത് നമ്മുടെ കേരള ഗവൺമെന്റ് സർവീസിൽ കേരളൈറ്റ് അല്ലാത്ത മാതാപിതാക്കളുടെ കുട്ടികൾ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും നോൺ കേരളൈറ്റ് കാറ്റഗറി 1 പെടുത്തും. മൂന്നാമത്തെ കാറ്റഗറി പറയുന്നത് 12 വർഷത്തെ സ്കൂൾ കാലയളവിൽ 5 വർഷമെങ്കിലും കേരളത്തിൽ പഠിച്ചൊരു കുട്ടിയെ ഈ കാറ്റഗറിയിൽ പെടുത്തും. നാലാമത്തെ കാറ്റഗറി പറയുന്നത് 8 തുടങ്ങി 12 വരെ കേരളത്തിൽ പഠിച്ച ഒരു കുട്ടിയെയും ഈ കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. ഇവർക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെയും സ്റ്റേറ്റ് മെറിറ്റിൽ ഉൾപ്പെടുത്തും. പക്ഷേ ഇവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതല്ല. അടുത്ത കാറ്റഗറിയാണ് നോൺ കേരളൈറ്റ് 2 കാറ്റഗറി എന്ന് പറയുന്നത്. അതായത് ഈ 2 കാറ്റഗറിയിൽ പെടാത്ത കുട്ടികളെയാണ് നോൺ കേരളൈറ്റ് കാറ്റഗറി 2 പെടുത്തുന്നത്. ഇവർക്ക് മാനേജ്മെന്റ് കോട്ടയിൽ നിന്നായിരിക്കും സീറ്റ് ലഭിക്കുക. നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്ന യാതൊരുവിധ റിസർവേഷൻസും ലഭിക്കുന്നതല്ല. ഓരോ ഹെഡ്സിൽ അണ്ടറിൽ വരുന്ന കുട്ടികളും, അതായത് കേരളൈറ്റ് ആണോ, നോൺ കേരളൈറ്റ് 1 കാറ്റഗറി ആണോ, 2 കാറ്റഗറി ആണോ, അവർ അവരുടെ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് ഏതൊക്കെ അതോറിറ്റിയിൽ നിന്നാണ് വാങ്ങേണ്ടതെന്ന് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അടുത്ത നമുക്ക് ഇവിടെ അക്കാഡമിക് എലിജിബിലിറ്റി നോക്കാം. അക്കാഡമിക് എലിജിബിലിറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം 15 കോഴ്സുകളാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തത്. അതിൽ BA SLPക്കും ബാച്ചിലർ ഓഫ് പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് ഈ 2 കോഴ്സിനും എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ചില മാറ്റങ്ങളുണ്ട്. ബാക്കി എല്ലാ കോഴ്സുകളും, അതായത് ബാക്കി ലിസ്റ്റ് ചെയ്ത 13 കോഴ്സുകൾക്കും ഉള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഈ കോഴ്സുകൾക്കെല്ലാം കേരളത്തിലെ ഏതെങ്കിലും +2 കോഴ്സ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ പാസ്സായിരിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ഈ +2 ഇക്വലന്റ് ആയിട്ട് കണക്കായിരിക്കുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. ഇതിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഈ വിഷയങ്ങൾക്കെല്ലാം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പാസ്സായിട്ടുണ്ടാവണം. അതോടൊപ്പം തന്നെ ഇത് 3 കൂടി നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് 50% മാർക്ക് എങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് യോഗ്യരാണ്. അടുത്തത് ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി. ഇതിന്റെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനും ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഏതെങ്കിലും പാസ്സായിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ഇക്വലന്റ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. ഇതിൽ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിലാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത്. നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി ഇത് കമ്പൽസറി ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അതോടൊപ്പം അടുത്തൊരു കോമ്പിനേഷൻ വരുന്നത് നിങ്ങൾ ബയോളജി, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അതല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, അതല്ലെങ്കിൽ സൈക്കോളജി. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം പാസ്സായിട്ടുണ്ടാവണം. ഇതിൽ നിങ്ങൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പാസ്സായിട്ടുണ്ടാവണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി ഇത് കമ്പൽസറി ആണ്. ബാക്കി ബയോളജി അതല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾ പഠിച്ചത്, അതായത് മാത്സോ കമ്പ്യൂട്ടർ സയൻസോ, ഇതിൽ ഏതെങ്കിലും കോമ്പിനേഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾ 50% മാർക്കെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മൂന്നാമത്തത് ബാച്ചിലർ ഓഫ് പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് എന്നുള്ള കോഴ്സാണ്. ഈ കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് നിങ്ങൾ ഇതുപോലെ തന്നെ +2 എക്സാമിനേഷൻ പാസ് ആയിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ഇക്വലന്റ് ആയിട്ട് അംഗീകരിച്ച ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. ഇവിടെ വരുന്ന സബ്ജക്ട് കോമ്പിനേഷൻസ്, ഇവിടെ സ്റ്റുഡൻസ് ഫിസിക്സ്, കെമിസ്ട്രി കമ്പൽസറി ആയിട്ടും അതല്ലെങ്കിൽ ബയോളജി ഓർ മാത്തമാറ്റിക്സ് ഇതിൽ ഏതെങ്കിലും സെപ്പറേറ്റ് മിനിമം വാങ്ങിയിട്ട് പാസ്സായിട്ടുണ്ടാവണം. അതുകൂടാതെ ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് മസ്റ്റ് ആണ്. ഇതിൽ ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഈ കോമ്പിനേഷൻസിൽ ഈ 4 കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 50% മാർക്ക് മസ്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ടാവണം. ഇതാണ് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഇതിൽ റിലാക്സേഷൻ പറയുന്നത് SC/BC കുട്ടികൾക്ക് 5% മാർക്ക് ഇളവ് ലഭിക്കുന്നതാണ്. അതായത് 45% മാർക്ക് നേടിയാൽ മതി. ഇനി SC/ST സ്റ്റുഡൻസിന്
മിനിമം പാസ് മാർക്ക് മതി. ഈ 50% എന്ന് പറയുന്നത് റൗണ്ട് ഓഫ് ചെയ്താലും സമ്മതിക്കില്ല. 50 തന്നെ ലഭിച്ചിരിക്കണം. 50 അല്ലെങ്കിൽ അതിന് മേളിൽ ലഭിച്ച കുട്ടികൾ മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ നേറ്റിവിറ്റി പറഞ്ഞു, അതോടൊപ്പം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു. അടുത്ത ക്രൈറ്റീരിയ ഏജ് ആണ്. ഏജ് 31 December 2025 നിങ്ങൾ 17 ഇയേഴ്സ് മസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. യാതൊരുവിധ റിലാക്സേഷനും നൽകുന്നതല്ല മിനിമം ഏജ് ലിമിറ്റിൽ. അപ്പർ ഏജ് ലിമിറ്റ് BSc നഴ്സിംഗിന് 35 ഇയേഴ്സ് ആണ് പറയുന്നത്. അതായത് 31/12/2025 തന്നെ. അതായത് ഈ കട്ട് ഓഫ് ഡേറ്റ് 17 പറയുന്ന അതേ ഡേറ്റ് തന്നെ മാക്സിമം അറ്റൈൻ ചെയ്യുന്ന ഡേറ്റ് 35 ഇയേഴ്സ് ആണ്. ഇത് BSc നഴ്സിംഗിനാണ്. ഇനി ബാക്കി പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ടല്ലോ, അതിന് അപ്പർ ഏജ് ലിമിറ്റ് പറയുന്നില്ല. നിങ്ങൾക്ക് എത്ര ഏജ് ഉള്ളവർക്ക് വേണമെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്. lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ്. അപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ടതുണ്ട്. അതിൽ 800 rupees ആണ് ആപ്ലിക്കേഷൻ ഫീ. SC STക്ക് മാത്രമേ ഉള്ളൂ കൺസെഷൻ. അവർക്ക് 400 rupees ആണ് ആപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാം. അതല്ലെങ്കിൽ ഇതിൽ നിന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് ചെല്ലാൻ ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ബ്രാഞ്ചിലൂടെ നിങ്ങൾ ചെല്ലാൻ അടച്ച ആപ്ലിക്കേഷൻ ഫീ റെമിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചലാൻ വഴിയാണ് ഫീസ് അടയ്ക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ എമൗണ്ട് അവിടെ റെമിറ്റ് ചെയ്യാൻ 24 hours, അതല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു പ്രിസ്ക്രൈബ് ടൈം പറയും. ആ ടൈമിനുള്ളിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഫീ ലഭിക്കുകയുള്ളൂ. അപ്പൊ അതിനുശേഷം മാത്രമേ നിങ്ങൾ ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏതാണ് നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന കോളേജ് എന്നോ അല്ലെങ്കിൽ ഏത് കോഴ്സിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നോ നിങ്ങൾ കൊടുക്കേണ്ടതില്ല. നിങ്ങൾ 2 അതിൽ കൂടുതലോ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഫോം മാത്രം ഫില്ല് ചെയ്താൽ മതി. ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഡോക്യുമെന്റ്സ് മസ്റ്റ് ആയിട്ടും നിങ്ങൾ കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് ആണ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും അതോടൊപ്പം തന്നെ നിങ്ങൾ സിഗ്നേച്ചറും അവിടെ JPG ഫോർമാറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും റിസർവേഷനോ അങ്ങനെ എന്ത് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ആ സർട്ടിഫിക്കറ്റ്സിന്റെ ഫോർമാറ്റ് എല്ലാം പ്രോസ്പെക്ടസിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് നമുക്ക് നോക്കാം ഏതൊക്കെ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്സ് എന്ന്. ഇതിനുശേഷം നിങ്ങൾക്ക് ഇവര് LBS സെന്ററിന്റെ ഡയറക്ടർ 3 റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ ഒരു സെറ്റ് ഓഫ് 13 കോഴ്സുകൾ ഉണ്ടല്ലോ, അതായത് BSc നഴ്സിംഗ് തുടങ്ങിയിട്ട് അങ്ങനെ BSc MLT അങ്ങനെയുള്ള ആ 13 കോഴ്സുകൾ, അതിനുള്ള ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീക്ക് ലാംഗ്വേജ് പാത്തോളജി എന്നുള്ള കോഴ്സിലേക്കുള്ള, അതായത് BSc BA SLP എന്നുള്ള കോഴ്സിനുള്ളതായിരിക്കും സെക്കൻഡ് റാങ്ക് ലിസ്റ്റ്. മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റ് BSc പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് എന്നുള്ള കോഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇടുക. അതിനുശേഷമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കേണ്ടത്. അപ്പൊ നേരത്തെ നമ്മൾ ചില കോഴ്സുകളുടെ കോമ്പിനേഷൻസ് പറഞ്ഞു, അതായത് ഫിസിക്സ് കെമിസ്ട്രി കമ്പൽസറി ആയിട്ട് പഠിക്കണം, അതിൽ ബയോളജി അതല്ലെങ്കിൽ മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കണം, അതിൻ്റെയാണ് മാർക്ക് നോക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങളിപ്പോൾ ഈ പറയുന്ന 2 കോഴ്സുകൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ മാത്തമാറ്റിക്സും പഠിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ സയൻസും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതിനാണോ കൂടുതൽ മാർക്ക് കിട്ടിയത് ആ കോഴ്സിന്റെ മാർക്കാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിന് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ ഉണ്ടാവുക. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള സമയം അത് അവര് പല പത്രമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ, അതായത് LBS സെന്ററിന്റെ വെബ്സൈറ്റ് നിങ്ങൾ നിരന്തരമായിട്ട് ചെക്ക് ചെയ്യുക. അതിൽ അവര് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും എന്നാണ് നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന്. ഈ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിലേക്കാണോ അതല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സുകളാണോ എന്നുള്ളത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ അതിന് നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഇത് ചെയ്തു തീർക്കേണ്ടതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോകുന്നതാണ്. ഇതിലൊരു കാര്യം പറയാൻ വിട്ടുപോയത്, നിങ്ങൾ ചെലാൻ വഴിയാണ് നിങ്ങളുടെ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ June 4 വരെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് June 7th ആണ്. നമ്മൾക്ക് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം വേണ്ടത് സ്കാൻഡ് കോപ്പി ഓഫ് റിലവന്റ് പേജ് ഓഫ് SSLC ഓർ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ്. ഇത് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അടുത്ത നിങ്ങളുടെ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് വെക്കണം. അടുത്ത വേണ്ടത് സ്കാൻഡ് കോപ്പി ഓഫ് മാർക്ക് ലിസ്റ്റ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ. ഇവിടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ +2 ആണ്, അതിന്റെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അടുത്ത വേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷനോ അല്ലെങ്കിൽ ഫീ കൺസെഷനോ എന്തെങ്കിലും ആപ്ലിക്കബിൾ ആണെങ്കിൽ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ് സ്കാൻ ചെയ്ത് വെക്കണം. അടുത്ത വേണ്ടത് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. അത് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഇവർ കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റിലല്ല ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അടുത്ത വേണ്ടത്
നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അത് തഹസിൽദാരിൽ നിന്ന് വാങ്ങിയത് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അത് SC/ST കാൻഡിഡേറ്റ്സിനാണ് നിർബന്ധമായിട്ടും വേണ്ടത്. അടുത്ത വേണ്ടത് നിങ്ങൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതായത് SC/BC OEC കാൻഡിഡേറ്റ്സിന് അവരുടെ നോൺ ക്രീമി ലെയർ സ്റ്റാറ്റസ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങളുടെ ഐദർ ഓഫ് ദ പാരന്റ് SC/ST കാറ്റഗറിയിൽ ആണ് പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫീ കൺസെഷൻ ലഭിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് സ്കാൻഡ് കോപ്പി ഓഫ് ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അടുത്ത് വേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ആ ഡിസബിലിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഡിസബിലിറ്റി മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടി സ്കാൻ ചെയ്ത് വെക്കണം. ഇനി NRI കോട്ടയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി പീരീഡ് അവർ പറയുന്നുണ്ട്. നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിന്റെ വാലിഡിറ്റി 1 ഇയർ ആണ്. അതായത് 1 ഇയറിന് മുന്നേ ആണ് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് എടുത്തതെങ്കിൽ അവർ ഇത് കണക്കാക്കില്ല. സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന് 3 ഇയർ ആണ് വാലിഡിറ്റി പറയുന്നത്. ഇൻകം സർട്ടിഫിക്കറ്റിനാണെങ്കിൽ 1 ഇയർ ആണ് വാലിഡിറ്റി. ഇത്രയൊക്കെയാണ് BSc നഴ്സിംഗും അതോടൊപ്പം തന്നെ പാരാമെഡിക്കൽ കോഴ്സസിനും നിങ്ങൾക്ക് ചേരാനായിട്ട് ഉള്ള പ്രോസ്പെക്ടസിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. താല്പര്യമുള്ള കുട്ടികൾ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from team Amazing Academics.